നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, സീനിയർ ENT കൺസൾട്ടന്റ്, എറണാകുളം. ചെവിക്കായത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെയധികം തെറ്റിദ്ധാരണ ഉള്ള ഒരു വിഷയമാണ് ചെവിക്കായം. എടുത്തു കളയേണ്ട ഒരു മാലിന്യമാണെന്നാണ് പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ. ചെവിക്കകത്തുള്ള തൊലിയുടെ സംരക്ഷണത്തിനും പൊടിപടലങ്ങളും ചെറിയ ചെറിയ പ്രാണികളും അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് വാക്സ് ഉണ്ടാക്കുന്നത്, ചെവിക്കായം ഉണ്ടാക്കുന്നത്. ശരീരം തന്നെ എപ്പോഴും ആ വാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ തന്നെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ചെവി തന്നെ ക്ലീൻ ആകുന്ന, വൃത്തിയാകുന്ന ഒരു അവയവമാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന് അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം വാക്സ് കൂടുന്നു. അങ്ങനെയുള്ളപ്പോൾ ചെവി വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചെവി അടയാനും കേൾവി കുറവിനും സാധ്യതയുണ്ട്. ഈ സന്ദർഭങ്ങളിൽ വാക്സ് അലിയാനുള്ള, ചെവിക്കായം അലിയാനുള്ള ഡ്രോപ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. തന്നെ വാക്സ് എടുക്കാതിരിക്കുക, ബഡ്സ് ഉപയോഗിച്ച് അത് തിരിച്ച് തള്ളി അകത്തോട്ട് കയറ്റാതിരിക്കുക. വാക്സിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുതിയിടുക. അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. നന്ദി.